ലോക്ക്ഡൗൺ സ്പെഷ്യലായിട്ട് ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഒറിയോ പേസ്ട്രി തയ്യാറാക്കാം. ഓവനോ ബീറ്ററോ മൈദയോ ക്രീമോ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു പേസ്ട്രി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതുപോലത്തെ 2 പാക്കറ്റ് ഒറിയോ വേണം. ഇതിപ്പോൾ 120 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചോക്ലേറ്റിന് ഫ്ലേവറുള്ള ഒറിയോ ബിസ്ക്കറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വാനിലയോ സ്ട്രോബെറിയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ ക്രീം മാത്രമായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ക്രീമും ഒരു പാത്രത്തിലേക്ക് ബിസ്ക്കറ്റും ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് എടുത്തിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു ബിസ്ക്കറ്റും അതുപോലെ കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലും കൂടി ചേർത്തിട്ട് അടിച്ചെടുത്താൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ചൂടാക്കിയ പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിൻ്റെ അളവ് നമുക്ക് നോക്കിയിട്ട് തീരുമാനിക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ബാറ്റർ തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുക്കണം. ഈ ചൂടാക്കിയ പാലാകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററാക്കി കിട്ടും. 1/4 കപ്പ് പാലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 1.25 കപ്പ് പാൽ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ പച്ചപ്പാൽ എടുക്കാതെ കുറച്ച് ചൂടുള്ള പാലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല സിൽക്കി ആയിട്ടുള്ള ബാറ്ററാക്കി തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബേക്കിംഗ് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതി. 1 ടീസ്പൂൺ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര കുത്തലായിരിക്കും. അപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ബേക്ക് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഈ കേക്ക് നമ്മൾ ബേക്കിംഗ് ടിന്നൊന്നും ഇല്ലാതെ ഒരു പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പഴയ ദോശച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതേക്ക് ഇതുപോലത്തെ ഒരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുക്കാം. ഈ പാൻ നേരിട്ട് ഗ്യാസിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും. അപ്പോൾ അടിയിൽ ഇതുപോലത്തെ ഒരു ദോശച്ചട്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രം വെച്ചിട്ട് വേണം അതിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ ഫുള്ളായിട്ട് പാനിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ബാറ്റർ എല്ലായിടത്തോട്ടും ആവാൻ വേണ്ടി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ക്രീം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ക്രീമിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് പാൽ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഏകദേശം ഒരു 2 ടീസ്പൂൺ പാലോളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലത്തെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ചൊന്ന് ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ക്രീം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. കേക്ക് ഇപ്പോൾ അത്യാവശ്യം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 4 സൈഡൊന്ന് മുറിച്ചെടുക്കാം. ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് എടുക്കണം. കേക്കിൻ്റെ 4 സൈഡ് മുറിച്ച് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളൊരു പേസ്ട്രി ആയിട്ടാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ക്രീം എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. പൈപ്പിംഗ് ബാഗ് ഇല്ലയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്കൊരു സ്പൂൺ വെച്ചിട്ടായാലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈസി ആയിട്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മീതേക്ക് ക്രീം ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്രീം എല്ലായിടത്തോട്ടും ഒന്ന് ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീതേക്ക് മാറ്റി വെച്ചിരിക്കുന്ന മറ്റേ ലെയറും കൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒറിയോ പേസ്ട്രി തയ്യാറായിട്ടുണ്ട്. ഞാനിപ്പോൾ തന്നെ 4 പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ആയതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ക്രീമൊക്കെ മെൽറ്റ് ആവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കുറച്ചൊരു ക്രീമും ചെറിയൊക്കെ വെച്ചിട്ട് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒറിയോ പേസ്ട്രി തയ്യാറായിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്